ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, എത്ര പേര് കഴിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അപ്പോൾ ആ ഒരു ഇലക്കറിയാണ് ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ പയർ കൃഷിയൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചാൽ കേട്ടോ. ഞാൻ നട്ടതാണ്, എന്നാലും നിങ്ങൾ രണ്ടുപേരെ ആവശ്യത്തിനുള്ള പയറൊക്കെ ഇതിന് കിട്ടുന്നുണ്ട്. തോരൻ വയ്ക്കാനൊക്കെ കിട്ടും. പിന്നെ എന്താണ് പീച്ചിങ്ങയും ചോരക്കയൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട്. പക്ഷേ ചോരക്കയിലും പീച്ചിങ്ങയിലൊക്കെ പൂവിടുന്നുണ്ട്, കായ ഇടുന്നില്ല. പിന്നെ വെണ്ടയ്ക്ക കൃഷിയുണ്ട്. വെണ്ടയ്ക്ക ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ആവശ്യത്തിനുള്ള കിട്ടായൊന്നുമില്ല, നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാം നമ്മൾ പറിക്കുകയാണ്. അതായത് ചുരക്ക എന്ന് പറയുന്നുണ്ട്, ചൊരക്ക എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ചൊരക്കയുടെ ഇല ഞാൻ പറിക്കുകയാണ്. അതാണ് എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ കറിയല്ല, തോരൻ. അപ്പം തോരന് വെക്കാണ്ട് നല്ലത് ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോടൊക്കെ താളിക്കും, കഞ്ഞിവെള്ളത്തിൽ താളിച്ചാണ് എടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. എൻ്റെ മുളക് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. മുളക് പിടിച്ചിട്ടില്ല, മുളക് പിടിക്കാൻ അതിൻ്റെ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇലയൊക്കെ പറിച്ച് വന്നു. അതിൻ്റെ മുന്നേ കുറച്ച് ഞാൻ പറിച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തെന്നുള്ളൂ. അത് അരിഞ്ഞ് വെച്ചു. ഇനി നമ്മളിന്ന് അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഇത്ര അരിഞ്ഞ് വെച്ചു. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് ചെരുവാൻ മടിച്ചിട്ടാ കേട്ടോ. തേങ്ങ പൂളി എടുത്തതാണ്. ഇച്ചിരി തേങ്ങ മതിയല്ലോ, അതുകൊണ്ട് എന്നിട്ട് അതൊന്ന് അരിച്ച് അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ജീരകം ഇടുന്നവരുണ്ട്. ഞാൻ ജീരകം ഇടത്തില്ല, എനിക്ക് അത്ര വലിയ പിടുത്തല്ല, ജീരകത്തിൻ്റെ സ്മെല്ല് അത്ര പിടിക്കത്തില്ല. കാന്താരി മുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് ഒരു വലിയ വെളുത്തുള്ളി ഇടട്ടോ. ഞാൻ വെളുത്തുള്ളി ഇട്ടില്ല. അത് അരച്ചെടുത്ത് ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണേ. ഞാൻ എണ്ണ ഒഴിച്ച് കൂടിപ്പോയോ എന്നെനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എത്തി നോക്കിയത്, കൂടിപ്പോയോ, എന്ത് ചെയ്യും. അതിനെ കടകിട്ട് പൊട്ടിച്ചു. അപ്പോൾ ഏതാണ്ടായി പൊട്ടി കഴിഞ്ഞിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അരച്ച് വെച്ച അരിപ്പില്ലേ, അതായത് ഈ തേങ്ങ ചതച്ച് വെച്ചത് അരിപ്പ് ഇതിനകത്തിട്ടിട്ട് പച്ചമണം മാറണം. അതിൻ്റെ നമ്മളെ പച്ചമുളകിൻ്റെയും തേങ്ങയുടെയൊക്കെ ഈ പച്ചമണം ഉണ്ടാവും, അത് മാറുന്ന വരെ നമ്മൾ മൂപ്പിച്ചെടുത്തെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടത്തില്ല. അതിൻ്റെ ആ എന്താ പറയില്ലേ, പച്ചമണം ഉണ്ടാവും, അതിൻ്റെ ടേസ്റ്റും കിട്ടും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ നമ്മളെ ചൂടാക്കിയിട്ട് മൂപ്പിച്ചെടുക്കണം, എന്നാലേ അതിൻ്റെ ഒരു രുചി കിട്ടത്തുള്ളൂ. അപ്പം നമ്മളെ അരിപ്പ് മൂപ്പായിട്ടുണ്ട്. മൂപ്പായ അരിപ്പിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ചൊരക്കയുടെ ഇല എടുത്തിടുക. എടുത്തിട്ടിട്ട് അപ്പോൾ ശ്രദ്ധിക്കുക, അരിപ്പ് മൂത്താലേ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനത് മിക്സ് ചെയ്തിട്ട് ഫോണ് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടണം. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വീണ്ടും അതിനെ മിക്സ് ചെയ്യണം. അപ്പം ഞാൻ ആ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഫോൺ കട്ട് ചെയ്തിട്ടാണ് വീണ്ടും എടുക്കുന്നത്. ഒറ്റയ്ക്കാണല്ലോ എടുക്കുന്നത്. അപ്പം നമ്മളത് ഒരു സൈഡിലൊക്കെ ഒതുക്കി വെച്ച്, എൻ്റെ അടുപ്പിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒതുക്കി വെച്ച് നമ്മൾ അടിച്ച് വേവിച്ച് ഒന്ന് ആവി കൊണ്ടിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ നീരുണ്ടാവും ആ ഇലയുടെ. അപ്പോൾ ഒന്ന് എടുത്ത് നോക്കി അതിനെ ഒന്നും കൂടെ ചിക്കി ഇടണം. അതായത് ഒന്ന് ഇതാക്കിയെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഈ അടുപ്പിൻ്റെ ഈ സൈഡ് പൊട്ടിപ്പോയി. അതാണ് ഈ ചീനച്ചട്ടി സൈഡിലെടുക്ക് മോഹൻലാലിൻ്റെ കൂട്ടിങ്ങനെ ചെരിഞ്ഞ് പോകുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ, പോയിക്കൊണ്ടേ ഇരിക്കുക. അന്നപ്പോൾ എനിക്ക് കലയും കയറും, ഞാനിതിന് ഭ്രാന്ത് കയറും. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ ആ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലെ ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് തുറന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷമായിട്ടില്ല കേട്ടോ, ഇതിൻ്റെ ഗുണങ്ങളുണ്ട്. പണ്ടുള്ളവർ ഞങ്ങളൊക്കെ നാട്ടിലിത് താളിച്ചെടുക്കും, കഞ്ഞിവെള്ളത്തിലാണ് താളിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നിട്ടും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ശരീരത്തിൽ നീര് വീഴ്ച അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നീര് ഒക്കെ ഇറങ്ങിക്കഴിയുമ്പം അതിൻ്റെ നീര് ഫുഡ്, അതായത് അതിൻ്റെ കറി കൂട്ടി കഴിക്കുന്നത് നല്ലതാണ്, ശരീരത്തിനൊക്കെ നല്ലതാണ്. ഞങ്ങളെല്ലാ ഇലയും താളിക്കും കേട്ടോ. കുമ്പളത്തിൻ്റെ ഇല, ചൊരക്ക, മത്തന്, പിന്നെ
കോവക്കയുടെ ഇതിൻ്റെ ഇലയെല്ലാം ഞങ്ങൾ താളിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.